രണ്ടായിട്ട് മുറിക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അതായത് മിറർ ഇമേജ് ആയിട്ടുള്ള, ഇതിപ്പോ ഒരു മിറർ ഇമേജ് ആണ് ഈ പടം. മിറർ ഇമേജ് ആയിട്ടുള്ള നടുക്കുന്ന ഇങ്ങനെ ഒരു കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ഹാഫും താഴത്തെ ഹാഫും ഒരു മിറർ ഇമേജ് മാതിരി വരും. അപ്പം ആ മിറർ ഇമേജ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു ഐഡിയ വെച്ച് ചെയ്യാം. ആ ഐഡിയ എന്താ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അബ്സല്യൂട്ട് വാല്യൂവിന്റെ കോൺസെപ്റ്റ് ആണ്. അബ്സല്യൂട്ട് വാല്യൂ, ABS ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -5 എന്ന് പറഞ്ഞാൽ 5 ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് +5 എന്ന് പറഞ്ഞാൽ എന്താണ്, 5 ആണ്. ഈ ഒരു ഐഡിയ നമ്മൾ ഇവിടെ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഇതൊരു മിറർ ഇമേജ് ആയതിലുള്ള ഒരു പാറ്റേൺ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ റോകളെല്ലാം സാധാരണ നമ്മൾ റോകളെല്ലാം എണ്ണുവാണല്ലോ ചെയ്യുന്നത്. റോ ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ എണ്ണി വരുവാണ് അല്ലേ. ഇവിടെ നമ്മൾ റോയുടെ നമ്പർ കൊടുക്കേണ്ടത് നടുക്ക് 0 വരുന്ന രീതിയിൽ കൊടുക്കണം. ഓക്കെ, നടുക്ക് 0 വരുന്ന രീതിയിൽ കൊടുക്കണം. I = 0, പിന്നെ മുകളിലോട്ട് കൂടി വരണം. I = 1, I = 2. ഇനി 0യുടെ താഴോട്ട് നെഗറ്റീവ്, I = -1, I = -2. ഇതിങ്ങനെ നോക്കുമ്പോൾ 2, 1, 0, -1, -2 ഡിസെൻഡിങ് ഓർഡർ കൗണ്ടിങ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ജെയുടെ കൊടുക്കാം. J = 1, J = 2, J = 3, J = 1, J = 2, J = 1 അല്ലേ. സാധാരണ കൊടുക്കുന്ന പോലെ കൊടുക്കുക. കൊടുത്തു. അപ്പം ഒരു പടം മിറർ ഇമേജ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നടുക്കുന്നാണ് റോയുടെ എണ്ണം ഇട്ട് തുടങ്ങുന്നത്. I0 മുതൽ മുകളിലോട്ട് കൂട്ടി പോവുക, താഴോട്ട് കുറച്ച് വരിക. അൾട്ടിമേറ്റ്ലി നിങ്ങൾ നോക്കുമ്പോൾ I താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ഡിസെൻഡിങ് ഓർഡറിൽ ഇരിക്കും. 2, 1, 0, -1, -2 അങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതിന്റെ എന്താണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. I 2 ആവുമ്പോൾ നമുക്ക് 3 സ്റ്റാർ വേണം അല്ലേ. I 2 ആവുമ്പോൾ, I +2 ആവുമ്പോൾ നമുക്ക് 3 സ്റ്റാർ വേണം. I -2 ആവുമ്പോഴും നമുക്ക് 3 സ്റ്റാർ തന്നെയാ വേണ്ടേ. കണ്ടോ, I -2 ആവുമ്പോഴും 3 സ്റ്റാർ തന്നെയാ വേണ്ടേ. അത് ഒരേ സ്ഥലത്താണ് സ്റ്റാർ, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കോളത്തിൽ വ്യത്യാസവും ഇല്ല. ആകപ്പാടെ റോ മാത്രമേ വ്യത്യാസം ഉള്ളൂ അല്ലേ. ഇനി I 1 ആവുമ്പോഴത്തെ കാര്യം നോക്കിക്കേ, I -1 ആവുമ്പോഴത്തെ കാര്യം നോക്കി. I 1 ആവുമ്പോൾ ഇവിടെ 2 സ്റ്റാർ, I -1 ആവുമ്പോഴും അവിടെ തന്നെയാണ് 2 സ്റ്റാർ. ആകപ്പാടെ റോ മാത്രമേ മാറിയിട്ടുള്ളൂ. അതാണ് ഐഡിയ. ആ ഐഡിയ, അതായത് I പകുതി നമ്മൾ ശരിയാക്കും. എന്നിട്ട് ഈ ABS ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഫോർമുല ഉണ്ടാക്കുക. ഫസ്റ്റ് ഹാഫ് നമ്മൾ ശരിയാക്കിയാൽ സെക്കൻഡ് ഹാഫ് ഓട്ടോമാറ്റിക്കലി ശരിയാവും. ഫസ്റ്റ് ഹാഫ് നമ്മൾ ശരിയാക്കിയാൽ സെക്കൻഡ് ഹാഫ് ഓട്ടോമാറ്റിക്കലി ശരിയാവും. അതിനി എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ വരച്ച പടം. ഓക്കെ, നമ്മൾ ഇപ്പം നമ്പറൊക്കെ ഇട്ടു, നമ്മൾ വരച്ച പടം. ഈ പടം, നമ്മുടെ ഈ കോഡ്, പൈത്തൺ കോഡ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐയുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ്, ജെയുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ ആയി. പക്ഷെ നമ്മൾ അതേ സൊല്യൂഷൻ ഇവിടെ കണ്ടത് നമ്മൾ രണ്ടായിട്ട് മുറിച്ച് ആദ്യത്തെ ഹാഫ് ഉണ്ടാക്കാൻ തന്നെ 2 ഫോർ ലൂപ്പ് വേണമായിരുന്നു, നെസ്റ്റഡ് ഫോർ ലൂപ്പ്. പിന്നത്തെ ഹാഫ് ഉണ്ടാക്കാൻ 2 ഫോർ ലൂപ്പ് വേണമായിരുന്നു. മൊത്തം നമുക്ക് 4 ഫോർ ലൂപ്പ് വേണമായിരുന്നു. ഇവിടെ 2 ഫോർ ലൂപ്പിൽ ഈ ഐഡിയ വെച്ച് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞോ, ഇവിടെയാണ് ഐയുടെ സ്റ്റാർട്ട്, ഇതാണ് ഐയുടെ സ്റ്റാർട്ട്. ഓക്കെ, ഇതാണ് ഐയുടെ സ്റ്റോപ്പ്. ഐ എങ്ങനെ തുടങ്ങണം, അതായത് N3 ആകുമ്പോൾ I 2 സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത് -2 ഇവിടെ പൈത്തന്റെ കേസിൽ സ്റ്റോപ്പിന് അനുസരണ ഇല്ലാത്തതുകൊണ്ട് ഡിസെൻഡിങ് ഓർഡർ കൗണ്ടിങ് ആണെങ്കിൽ, അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ 1, 2, 3 എന്ന് കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ സ്റ്റോപ്പിന് 4 എന്ന് കൊടുക്കണം. ആ ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ 3, 2, 1 വരെ കൗണ്ട് ചെയ്യണമെങ്കിൽ 0 എന്ന് പറയണം, ഒന്ന് കുറച്ച് കൊടുക്കണം ഈ സ്റ്റോപ്പിന്. അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ സ്റ്റോപ്പിന് ഒന്ന് കൂടുതൽ കൊടുക്കണം, ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ സ്റ്റോപ്പിന് ഒന്ന് കുറച്ച് കൊടുക്കണം, അത് മറക്കണ്ട. അപ്പൊ പറഞ്ഞു, ഐ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 സ്റ്റാർട്ട് ചെയ്യുന്ന പറയരുത്. 2 സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒറ്റ പാറ്റേൺ മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആ ഐയെ എന്നുമായിട്ട് കണക്ട് ചെയ്ത് വിടണം.
അപ്പോൾ എന്നുമായിട്ട് ബന്ധപ്പെട്ട് ഐയെ നമുക്ക് എന്തിൽ തുടങ്ങുന്നെന്ന് പറയാം? പറയൂ. ഐ എവിടെ തുടങ്ങുന്നേ? n-1 അല്ലേ? ഐ സ്റ്റാർട്ട് ചെയ്യുന്നത് n-1ലാണ്. കാരണം n 3 ഐയുടെ വാല്യൂ 2 ആണ്. സോ n-1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഐ സ്റ്റോപ്പ് ചെയ്യുന്നത്, ആക്ച്വലി ഐ സ്റ്റോപ്പ് ചെയ്യുന്നത് -2ലാണ്. ആ -2 ഇവിടെ വന്ന് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? -2 എന്ന് ഇവിടെ എഴുതാൻ പറ്റില്ല. -2 ഒന്ന് കുറച്ച് താഴെ എഴുതണം. ആക്ച്വലി -3 ആണെന്ന് നമ്മൾ ഇവിടെ എഴുതണം. കാരണം സ്റ്റോപ്പിന് അനുസരണ ഇല്ലല്ലോ, ഡിസെൻഡിങ് ഓർഡർ കൗണ്ടിങ് അല്ലേ. -3 ആണ്. ആ -3ക്ക് എന്നുമായിട്ട് ബന്ധമുണ്ടോ? -3ക്ക് എന്നുമായിട്ട് ബന്ധമുണ്ടല്ലോ. എന്താണ് ബന്ധം? -n അല്ലേ? -2 അല്ല, -3 എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. -n എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. കാരണം സ്റ്റോപ്പിന് അനുസരണ ഇല്ലല്ലോ. അപ്പൊ ഡിസെൻഡിങ് ഓർഡറിലാണ് ഒന്ന് കുറച്ച് കൊടുക്കണം. -2 ഒന്ന് കുറച്ച് കൊടുക്കണം. അത് -n ആ. ഓക്കെ, -n കൊടുത്തു. ഇനി സ്റ്റെപ്പ് എന്താ കൊടുക്കണ്ടേ? ഡിസെൻഡിങ് ഓർഡർ അല്ലേ. 2 1 0 -1 -2 ഡിസെൻഡിങ് ഓർഡർ ആണ്. സോ നമ്മൾ എന്ത് കൊടുക്കണം? സ്റ്റെപ്പ് -1 കൊടുക്കണം. സ്റ്റെപ്പ് -1. ഓക്കെ. ഇനി ജെയുടെ കാര്യം പറയാം. നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് ശരിയാക്കിയാൽ സെക്കൻഡ് ഹാഫ് ഓട്ടോമാറ്റിക്കലി ശരിയാവും. ഓക്കെ. ഇനി ജെയുടെ കേസ് എഴുതുമ്പം നമ്മൾ ഈ അകത്ത് ഈ ജെ ആവാം, കെ ആവാം, വേറെ എന്തെങ്കിലുമൊക്കെ വരും. അകത്ത് ജെ വന്നാലും കെ വന്നാലും നമ്മൾ അത് എഴുതുമ്പം ഐയുമായിട്ട് ബന്ധപ്പെട്ട ഫോർമുലയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ABS ഓഫ് ഐ എന്ന് എഴുതണം. കാരണം +2നും -2നും അത് വർക്ക് ചെയ്യണം അല്ലേ? +2നും -2നും അത് വർക്ക് ചെയ്യണം. +1നും -1നും അത് വർക്ക് ചെയ്യണം. അപ്പം ഐ എന്തെങ്കിലും വരുവാണെങ്കിൽ എന്ത് എഴുതേണ്ടി വരും? ABS ഓഫ് ഐ എന്ന് എഴുതേണ്ടി വരും. ഓക്കെ. നിങ്ങൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള രീതി എന്തായിരുന്നു? ജെയുടെ സ്റ്റാർട്ട് നോക്കി. ജെയുടെ നമ്മളെല്ലാം തുടങ്ങുന്നത് എവിടെയാ? 1ലാണ് തുടങ്ങുന്നത് അല്ലേ? 1ലാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ 1 എഴുതി ഇവിടെ. ജെ 1 തുടങ്ങുന്നു. ഇനി ജെയുടെ സ്റ്റോപ്പ്. ഇന്നലെ നമ്മളൊരു തമ്പ് റൂൾ പഠിച്ചില്ലായിരുന്നോ? ഐ കൂടുന്തോറും ജെയുടെ സ്റ്റോപ്പും കൂടുവാണെങ്കിൽ എന്താണ്? ഐയുമായിട്ടായിരിക്കും ആ ഫോർമുലയ്ക്ക് ബന്ധം അല്ലെ? കൂടുന്തോറും കൂടുന്നു. ഐ കുറയും തോറും ജെയുടെ സ്റ്റോപ്പ് കുറയുവാണെങ്കിൽ അതും ഐയുമായിട്ടായിരിക്കും ബന്ധം അല്ലെ? ഇനി ഐ കൂടുന്തോറും ജെയുടെ സ്റ്റോപ്പ് കൂടുന്തോറും കുറയുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ n-i ആയിട്ടായിരിക്കും ബന്ധം. ഐ കുറയും തോറും ജെ കൂടുന്നു, അങ്ങനെയാണെങ്കിൽ n-i ആയിട്ടായിരിക്കും ബന്ധം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ n-iയും. രണ്ടും ഒരേപോലെ പോവുകയാണെങ്കിൽ ഐയുമായിട്ടായിരിക്കും ബന്ധം. ഐയുമായിട്ട് ആ കോർ ഫോർമുലയിൽ ഐ ഉണ്ടാവും, മറ്റേത് കോർ ഫോർമുലയിൽ n-i ആയിരിക്കും ഉണ്ടാവുക. +1 +2 ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അതൊന്ന് ഇവിടെ നോക്കാം. ഇവിടെ നമ്മുടെ ജെയുടെ സ്റ്റാർട്ട് എല്ലാം 1 ആ. ഇനി ജെയുടെ സ്റ്റോപ്പ് നോക്ക്. ഐ കുറയും തോറും ഉണ്ടോ? മുകളിലത്തെ ഹാഫ് മാത്രം നോക്കിയാൽ മതി. ഐ കുറയും തോറും 2 1 0. ഐ കുറയും തോറും ജെയുടെ സ്റ്റോപ്പ് കൂടുവാണോ കുറയുവാണോ? ജെയുടെ സ്റ്റോപ്പ് 3 കുറയും തോറും ഇതും കുറഞ്ഞു വരുമല്ലേ? ഉണ്ടോ? ഇതും കുറഞ്ഞു വരുമല്ലേ? യെസ്. കുറയും തോറും കുറയുന്നു അല്ലേ? ഇത് കുറയുന്നു, ഇതും കുറയുന്നു അല്ലേ? ഓക്കെ. അപ്പൊ കുറയും തോറും കുറയുന്നു എന്ന് പറഞ്ഞാൽ ഏതുമായിട്ടായിരിക്കും ബന്ധം? ഐയുമായിട്ടായിരിക്കും ബന്ധം അല്ലേ? ഇനി നോക്കാം. അപ്പൊ നമുക്ക് ഐയുമായിട്ട് എന്ത് ബന്ധം നോക്കാം. ഇത് എക്സാക്ട്ലി ഐ ആണ്. ആക്ച്വൽ ഫോർമുല ആദ്യം കണ്ടുപിടിക്കണം. ഐ 2 ആവുമ്പം ജെ അവസാനിക്കുന്ന 2ലാണോ? അല്ല, I+1 അവസാനിക്കുന്നത്. ഐ 1 ആവുമ്പോൾ ജെ അവസാനിക്കുന്ന 1ലാണോ? അല്ല, ജെ 2 അവസാനിക്കുന്നത്. I+1 അവസാനിക്കുന്നത്. ഐ 0 ആവുമ്പോൾ ജെ അവസാനിക്കുന്നത് 1ലാണ്. അപ്പൊ ഐ അല്ല, I+1 അവസാനിക്കുന്നത്. അപ്പൊ ആക്ച്വൽ ഫോർമുല നിങ്ങളുടെ ജെ അവസാനിക്കുന്നത് I+1. അപ്പൊ ആ I+1 നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എഴുതുമ്പം എന്ത് എഴുതേണ്ടി വരും? I+1+1 എന്ന് എഴുതേണ്ടി വരും. കാരണം സ്റ്റോപ്പിന് അനുസരണ ഇല്ലല്ലോ. I+1+1 എന്ന് എഴുതേണ്ടി വരും. I+1+1 എന്ന് പറഞ്ഞാൽ അത് +2 ആയി മാറും. +2. ഓക്കെ. I+2. ഇനി എവിടെ ഐ എഴുതിയാലും, അകത്ത് എവിടെ ഐ എഴുതിയാലും എന്ത് വേണം? ABS ഓഫ് ഐ എന്ന് എഴുതണം. ABS ഓഫ് ഐ എന്ന് എഴുതണം. ഓക്കെ. സ്റ്റെപ്പ് 1. ഒന്നുകൂടെ ഞാൻ പറയാം.
ജെ എല്ലാം തുടങ്ങിയത് ഒന്നിലാണ്. അപ്പൊ നമ്മൾ ജെയുടെ സ്റ്റാർട്ട് ഒന്നാക്കി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഐ കുറയും തോറും ജെയുടെ സ്റ്റോപ്പിന് ഒരു ഫോർമുല കണ്ടുപിടിക്കണം. ഐ കുറയും തോറും ജെയുടെ സ്റ്റോപ്പും കുറഞ്ഞു തരുക എന്ന് തന്നെ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഐ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫോർമുലയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഐ തന്നെയാണോ നോക്കി നമ്മളിത്. 2 തന്നെയാണോ ഇവിടെ അവസാനിക്കുന്നത്? അല്ല. 1 ആണോ ഇവിടെ അവസാനിക്കുന്നത്? അല്ല. 0 ആണോ ഇവിടെ അവസാനിക്കുന്നത്? ഇല്ല. അപ്പൊ എക്സാക്ട്ലി ഐ അല്ല, എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചു. ഐ 2 ആവുമ്പോൾ ജെ അവസാനിക്കുന്നത് 3-ലാണ്. അപ്പൊ I+1 ആണ്. ഐ 1 ആവുമ്പോൾ ജെ അവസാനിക്കുന്ന 2-ലാണ്. അപ്പോൾ അത് I+1 ആണ്. ഐ 0 ആവുമ്പോൾ ജെ അവസാനിക്കുന്ന 1-ലാണ്. സോ അത് I+1-ലാണ്. അപ്പൊ ആക്ച്വൽ ഫോർമുല I+1 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി ആ I+1 കൊണ്ട് ഇവിടെ എഴുതുമ്പം ഇവിടെ സ്റ്റോപ്പിന് അനുസരണ ഇല്ലാത്തതുകൊണ്ട് ഒരു +1 കൂടെ വേണമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഈ +1ഉം +1ഉം കൂടെ എന്തായി? I+2 ആയി. അതാണ് ഈ I+2. ഓക്കെ, ഇനി അകത്ത് എവിടെ എഴുതുമ്പോഴും നമ്മൾ ഈ ലോജിക്ക്, നമ്മുടെ ഈ അബ്സല്യൂട്ട് വാല്യൂന്റെ കോൺസെപ്റ്റ് ആണല്ലോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ അകത്ത് എവിടെ എഴുതുമ്പോഴും ഐ എഴുതിയാലും ഐ ABS ഓഫ് ഐ എന്ന് എഴുതണം. ഇത്ര മാത്രമേ കാര്യമുള്ളൂ. മനസ്സിലായെങ്കിൽ രസടിക്കും. വർക്കാവുന്നുണ്ടോ നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. വർക്കാവുന്നുണ്ടോ നോക്കിക്കേ. എഴുതി ടൈപ്പ് ചെയ്ത് വർക്കാവുന്നുണ്ടോ നോക്കും. ABS ഓഫ് ഐ എന്ന് എഴുതണം. ഓക്കെ, ABS, ഇവിടെ ABS. ABS ഓഫ് I+2 1. സ്റ്റാർട്ട് 1, സ്റ്റോപ്പ് ABS ഓഫ് I+2 സ്റ്റെപ്പ് 1. അല്ല, ജെ കൂടി കൂടി വരുന്ന 1 വെച്ചല്ലേ കൂടുന്നത്. വർക്കായെങ്കിലും രസടിക്കണേ. ഡൺ എന്നടിക്കൂ. ബാക്കിയുള്ളവർ ഫാസ്റ്റ് ആയിട്ട് എഴുതൂ. അഭിരാമി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കൂ. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കൂ. അതായത് മുറിച്ച് ചെയ്യരുത്, ABS വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കൂ. പടം വരയ്ക്കൂ. പടം ബുക്കിൽ വരച്ചിട്ട് ഇതുപോലെ നമ്പറൊക്കെ കൊടുത്ത് ABS വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കും. ബാക്കിയുള്ളവർ കഴിഞ്ഞെങ്കിൽ ഡി എന്ന് അടിച്ചോളൂ. ആരുടെയെങ്കിലും കോഡ് സബ്മിറ്റ് ചെയ്ത കോഡ് നോക്കണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ നോക്കാം. ബാക്കിയുള്ളവർ ചെയ്തെങ്കിലും ഒരു ഡി അടിക്കാവോ? മുന്നോട്ട് പോയിക്കോട്ടെ ഞാൻ. മാറ്റട്ടെ, കഴിഞ്ഞെന്ന് വിചാരിക്കട്ടെ. ആരെങ്കിലും സ്റ്റക്കായിരിക്കുന്നുണ്ടോ? സബ്മിറ്റ് ചെയ്താൽ ഞാൻ നോക്കാം. നോക്കണമെങ്കിൽ പറയൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാവേ. ആരെങ്കിലും സ്റ്റക്കായിരിക്കുന്നുണ്ടോ?
എക്സിറ്റ് ഫുൾ സ്ക്രീൻ അടിച്ചു കഴിഞ്ഞാൽ ഈ പടം കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. എക്സിറ്റ് ഫുൾ സ്ക്രീൻ കൊടുത്താൽ മതി. നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ എനിക്ക് കാണാൻ പറ്റും കേട്ടോ. സബ്മിറ്റ് ചെയ്ത് റോങ് ആണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, മാറ്റുവാണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പാറ്റേൺ 4. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റെപ്സ് എന്താണെന്ന് കറക്റ്റായിട്ട് നോക്കിക്കോണേ. ഇങ്ങനെ ഒരു പടം നമുക്ക് കിട്ടി. ഇത് നമ്മൾ ഇങ്ങനെ മെട്രിക്സ് ഒക്കെ വരച്ച് നോക്കി. ഇങ്ങനെ വരച്ച് നോക്കി. അപ്പോൾ മനസ്സിലായി ഇങ്ങനെയാണ് പോകുന്ന പടം. ഇങ്ങനെയാണ് പോകുന്നത്. ഇതോ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് മനസ്സിലായി. അത് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ടൊന്ന് വലുതായിട്ട് വരച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ പടം കിട്ടി. N3 ആവുമ്പോൾ ഇതാണ് പടമെന്ന് മനസ്സിലായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നടുക്കുന്ന ഐ എഴുതി തുടങ്ങണം. റോകളുടെ കൗണ്ടാണ് ഐ ഉപയോഗിച്ചിട്ട്. ലൂപ്പിംഗ് വേരിയബിൾ ആണ് ഐ. ഓക്കെ, അപ്പൊ റോയെ എണ്ണാനായിട്ട് ഐ ഇറക്കുന്നു. ഐ ഈക്വൽ ടു 0, ഐ ഈക്വൽ ടു 1, ഐ ഈക്വൽ ടു 2. താഴെ നിന്ന് മുകളിലോട്ട് പോവുക. ഇനി 0യുടെ കുറച്ച് വരിക. ഐ ഈക്വൽ ടു -1, ഐ ഈക്വൽ ടു -2. നമുക്ക് ശരിക്കും അത് ഡിസെൻഡിങ് ഓർഡറിൽ വരുന്ന രീതിയിൽ എഴുതുക. 2 1 0 -1 -2. ഓക്കെ, എന്നിട്ട് ഇനി ബാക്കി ജെ എല്ലാം എഴുതുക. ജെ ഈക്വൽ ടു 1, ജെ ഈക്വൽ ടു 1, ജെ ഈക്വൽ ടു 2, 1 2 3. ഇതെല്ലാം എഴുതുക. ഓക്കെ, അപ്പൊ നമ്മുടെ പടം ഇങ്ങനെയായി. ഓക്കെ, ഇതിൻ്റെ അത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. പടം ഇങ്ങനെയായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി കോഡ് എഴുതണം. ഓക്കെ, കോഡ് എഴുതണം. പറഞ്ഞോ, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ എന്താണ് എഴുതണ്ടേ. ഫോർ ഐയുടെ സ്റ്റാർട്ട് 2ലാണ്. 2 N-ഉമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോർമുല എഴുതണം. ഐയുടെ സ്റ്റോപ്പ് ആക്ച്വലി -2 ആണ്. പക്ഷെ സ്റ്റോപ്പിൽ എഴുതുമ്പോൾ നമ്മൾ -3 എന്ന് എഴുതണം. ആ -3ക്ക് N-ഉമായിട്ട് എന്താണ് ബന്ധം അല്ലേ, അതെല്ലാം പറയണം. ഫോർ ഐ ഇൻ റേഞ്ച് എവിടെ തുടങ്ങണം പറഞ്ഞോടാ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. എവിടെ തുടങ്ങണം, ഐ എവിടെ തുടങ്ങണം പറഞ്ഞോ. ഐ എവിടെ തുടങ്ങണം? N3 ആണെങ്കിൽ ഐ എവിടെ തുടങ്ങുന്നേ? ഇതാണ് സ്റ്റാർട്ട്. N-ഉമായിട്ട് എന്താ ബന്ധം? N-1 അല്ലേ? N-1. ഓക്കെ, ഇനി സ്റ്റോപ്പ് -3 അല്ലെ? സ്റ്റോപ്പ് ഇവിടെ എഴുതേണ്ട, ഒന്ന് കുറച്ചിട്ട് എഴുതണം. -2 ആണ് ആക്ച്വലി. ഇവിടെ എഴുതുമ്പോൾ ഒന്ന് കുറച്ച് എഴുതണമല്ലോ. അപ്പൊ -3ക്ക് N-ഉമായിട്ട് ബന്ധമുണ്ടല്ലോ. എന്താണ്? -N. ഇനി ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ സ്റ്റെപ്പ് ഉറപ്പായിട്ട് എഴുതണം, അല്ലെങ്കിൽ ആ ലൂപ്പിലോട്ട് കയറത്തില്ല. സ്റ്റെപ്പ് -1. ഓക്കെ, സ്റ്റെപ്പ് -1. ഓക്കെ, ഇനി ജെ ലൂപ്പ് പറയണം. ഫസ്റ്റ് ഹാഫ് ശരിയാക്കിയാൽ മതി, സെക്കൻഡ് ഹാഫ് ഓട്ടോമാറ്റിക്കലി ശരിയാവും. കാരണം നമ്മൾ ABS ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇതുണ്ടോ, ABS ഉപയോഗിക്കുമ്പോൾ +2-നും 1 സ്റ്റാർ, -2-നും 1 സ്റ്റാർ. ഇതുണ്ടോ, I1 ആവുമ്പോൾ 2 സ്റ്റാർ, I-1 ആവുമ്പോഴും 2 സ്റ്റാർ. ഒരേ സ്ഥലത്ത് ഒരേ കോളത്തിൽ 2 സ്റ്റാർ. കണ്ടോ, ഇവിടെ റോ മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നോക്കണം, ജെയുടെ സ്റ്റാർട്ട് എല്ലാം 1 അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ 1 കൊടുക്കാമല്ലോ. ജെയുടെ സ്റ്റാർട്ട് എല്ലാം 1 ആണ്. ഓക്കെ, 1 കൊടുത്തു. ഇനി ജെയുടെ സ്റ്റോപ്പ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഹാഫിന് കണ്ടുപിടിക്കണം. ഓക്കെ, ഐ കുറയും തോറും ഇത് 2 1 0 ഇങ്ങനെ കുറഞ്ഞു പോവല്ലേ. ഐ കുറയും തോറും ജെയുടെ സ്റ്റോപ്പ് കൂടി വരിക അല്ലേ? ഐ കുറയും തോറും ജെയുടെ സ്റ്റോപ്പ് കൂടി വരിക. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. കുറയും തോറും കൂടുന്നു. അപ്പൊ ആരുമായിട്ടായിരിക്കും ഇതിന് ബന്ധം? N-I ആയിട്ടായിരിക്കും ബന്ധം ഉണ്ടാവാൻ സാധ്യത. അപ്പൊ നമ്മൾ നോക്കണം, ഫോർമുല വെച്ച് നോക്കണം. N-I ആണോ അതോ +1 ആണോ -2 ആണോ നമ്മൾ നോക്കണം. ഇവിടെ നോക്ക്, N3 I2, സോ 3 - 2 1, J സ്റ്റോപ്പ് 1. ശരിയാണല്ലോ. ഇനി N3 I1, ജെയുടെ സ്റ്റോപ്പ് എന്താ? 3 N-I, 3 - 1 2. ശരിയാണല്ലോ, എക്സാക്ട്ലി N-I. N3 I0, N-I, 3 - 0
3 എക്സാക്ട്ലി ഐ എൻ മൈനസ് ഐ ആണ്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ചുമ്മാ എൻ മൈനസ് ഐ എന്ന് എഴുതാൻ പറ്റത്തില്ല അല്ലെ. സ്റ്റോപ്പിന് അനുസരണ ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് എഴുതേണ്ടി വരും? +1 എന്ന് എഴുതേണ്ടി വരും. +1 അല്ലേ. അപ്പൊ നമ്മൾ എഴുതേണ്ട എൻ മൈനസ് ഐ +1 എന്ന് എഴുതേണ്ടി വരും. ഇനി ഐ എവിടെ എഴുതിയാലും നമ്മൾ എന്ത് എഴുതണമെന്ന് പറഞ്ഞായിരുന്നു? ഐ എവിടെ എഴുതിയാലും ABS ഓഫ് ഐ എന്ന് വേണം എഴുതാൻ. ഓക്കെ, എന്നാലേ ഈ സാധനം ഈ ലോജിക്ക് വർക്ക് ആവത്തുള്ളൂ. ABS ഓഫ് ഐ. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു എൻ മൈനസ് ഐ +1 ആണ് ഇവിടെ എഴുതേണ്ടതെന്ന് മനസ്സിലായി. പക്ഷെ ഐ ചുമ്മാ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിന് സെക്കൻഡ് ഹാഫിന് സെയിം വരത്തില്ല. അത് ഫുള്ള് സെക്കൻഡ് ഹാഫിന് ഐ -2 ആകുമ്പോഴും ഈ സാധനം വർക്ക് ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ ABS ഓഫ് ഐ എന്ന് എഴുതിയാലേ വർക്ക് ചെയ്യത്തുള്ളൂ. കാരണം +2നും ഒരേ സാധനമാണ്, -2നും ഒരേ സാധനമാണ് അല്ലേ. അപ്പം എൻ മൈനസ് ABS ഓഫ് ഐ +1. ഓക്കെ, സ്റ്റോപ്പ് എന്ത് കൊടുക്കണം? സ്റ്റോപ്പ് അല്ല, സ്റ്റെപ്പ് എന്ത് കൊടുക്കണം? സ്റ്റെപ്പ് 1. ഓക്കെ, സ്റ്റാർട്ട് 1, സ്റ്റോപ്പ് എൻ മൈനസ് ABS ഓഫ് ഐ ആണ് എക്സാക്ട്ലി +1 സ്റ്റോപ്പിന് അനുസരണ ഇല്ലാത്ത കാരണം. പിന്നെ സ്റ്റെപ്പ് 1. ഓക്കെ, ചെയ്ത് നോക്കിയേ, വർക്ക് ആവുന്നുണ്ടോ ചെയ്ത് നോക്കിയേ. കഴിഞ്ഞെങ്കിൽ ഡൺ എന്ന് അടിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ നോക്കിക്കേ. ചെയ്ത് കഴിഞ്ഞോ? സ്റ്റക്കായിരിക്കുന്നുണ്ടോ? ആരെങ്കിലും എറർ വന്നിരിക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാവേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിനെ ഇങ്ങനെയൊക്കെ വരച്ചു. ഓക്കെ, ഇങ്ങനെയൊക്കെ വരച്ചു. ഇങ്ങനെ വരച്ചിട്ട് ഇപ്പൊ നോക്കിയപ്പോൾ മനസ്സിലായി ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ പടം ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, ഐ നടുക്കുന്ന് എഴുതി തുടങ്ങണം. നടുക്കുന്ന് ഐ ഈക്വൽ ടു 0, ഐ ഈക്വൽ ടു 1, ഐ ഈക്വൽ ടു 2, ഐ ഈക്വൽ ടു 3. ഇവിടെ ഐ ഈക്വൽ ടു കുറച്ച് എഴുതണം. അങ്ങോട്ട് മുകളിലോട്ട് കൂട്ടി എഴുതണം, താഴോട്ട് കുറച്ച് എഴുതണം. ഐ ഈക്വൽ ടു -1, ഐ ഈക്വൽ ടു -2, ഐ ഈക്വൽ ടു -3. ഇത്ര എഴുതി. ഇനി നോക്കണം, ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്തപ്പോഴേ ഈ സ്പേസുകളെ എണ്ണാനായിട്ട് നമ്മൾ ജെ ഇറക്കി, സ്റ്റാറുകളെ എണ്ണാനായിട്ട് കെ ഇറക്കി. അതുപോലെ തന്നെ ചെയ്യണം. അല്ലാതെ ഈ സ്പേസ് എണ്ണി അടിക്കണം. സ്പേസും സ്റ്റാറും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഈ സ്പേസുകൾ എണ്ണി അടിക്കണം. സ്പേസ് ഇങ്ങനെ കുറഞ്ഞു വരിക, സ്റ്റാർ ഇങ്ങനെ കൂടിയും വരിക. കണ്ടോ? അപ്പൊ അതിന് 2 ലൂപ്പ് വിങ്ങുകൾ ഇറക്കേണ്ടി വരും. ആദ്യത്തെ സ്പേസിനെ എണ്ണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ജെ ഇറക്കാം. സ്പേസിനെ എണ്ണാൻ വേണ്ടി ജെ ഇറക്കാം. സോ ജെ ഈക്വൽ ടു 1, ജെ ഈക്വൽ ടു 2, ജെ ഈക്വൽ ടു 3. ഇവിടെ ജെ ഈക്വൽ ടു 1, ജെ ഈക്വൽ ടു 2, ജെ ഈക്വൽ ടു 1. ഇവിടെ സ്പേസ് നമുക്ക് എല്ലായിടത്തും സ്പേസിന് നമ്മൾ ജെ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അത് അങ്ങനെ വർക്ക് ചെയ്താൽ ജെ ഈക്വൽ ടു 1, ജെ ഈക്വൽ ടു 2. ഇവിടെ ജെ ഈക്വൽ ടു 1, ജെ ഈക്വൽ ടു 2, ജെ ഈക്വൽ ടു 3. ഓക്കെ, സ്പേസിനെ എല്ലാം എണ്ണാനായിട്ട് ജെ ഇറക്കി. ഇനി സ്പേസ് കഴിഞ്ഞിട്ട് സ്റ്റാറിനെ എണ്ണാനായിട്ട് നമ്മൾ ആരെ ഇറക്കണം? കെ ഇറക്കാം. വേറൊരു വേരിയബിൾ, ലൂപ്പിംഗ് വേരിയബിൾ ആ കെ. കെ ഈക്വൽ ടു 1, കെ ഈക്വൽ ടു 1, കെ ഈക്വൽ ടു 2, കെ ഈക്വൽ ടു 1, കെ ഈക്വൽ ടു 2, കെ ഈക്വൽ ടു 3. ഇവിടെ കെ ഈക്വൽ ടു 1, കെ ഈക്വൽ ടു 2,
k equal to 3, k equal to 4, k equal to 1, k equal to ചുമ്മാ എണ്ണൽ മാത്രമാണ്, വേറെ റോക്കറ്റ് സയൻസ് ഒന്നും ഇന്നതില്ല കേട്ടോ. എണ്ണുക എന്നുള്ളത് മാത്രമാണ്. 1 to 2, k equal to 1. ഇങ്ങനെ നമ്പറുകളെല്ലാം കൊടുക്കുക. നമ്പറുകളെല്ലാം കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ഓരോ ഐക്കും ഓരോ റോയ്ക്കും ഫസ്റ്റ് ഒരു ജെ ലൂപ്പ് വരണം, പിന്നെ ഒരു കെ ലൂപ്പ് വരണം, പിന്നെ ആ ന്യൂ ലൈൻ വരുന്നത് ഇത് കേസറിന് താഴോട്ടിറക്കുന്നത്. പിന്നെ അടുത്ത I2 ആവും, ജെ ലൂപ്പ് വരും, കെ ലൂപ്പ് വരും. ജെ ലൂപ്പും കെ ലൂപ്പും സീരിയലി വരും. ഐ പുറത്ത് കിടക്കും ഔട്ട്സൈഡ് ലൂപ്പായിട്ട്. ആ ഐയുടെ ഉള്ളിൽ ജെയും കെയും സീരിയൽ ആയിട്ടുള്ള ലൂപ്പായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം കോഡ് ഇങ്ങനെ ഇരിക്കും. ഐ പുറത്താണ്, ഐയുടെ ഓരോ ഐക്കും ജെ ലൂപ്പ് വരും, കെ ലൂപ്പ് വരും. ഓക്കെ, ഓരോ ഐക്കും ജെ ലൂപ്പ് വരും, കെ ലൂപ്പ് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിച്ചേ, ഇതൊന്ന് എഴുതാൻ ശ്രമിച്ചേ, എഴുതി പാസ്സാവാൻ ശ്രമിച്ചേ. ഞാൻ ഒരു 5 മിനിറ്റ് തരാം, ഇതൊന്ന് എഴുതി പാസ്സാക്കാൻ ശ്രമിക്കൂ. കഴിഞ്ഞവര് ഡി എന്ന് അടിച്ചോളൂ. ഓ, ലിയോ ഡെന്നി കഴിഞ്ഞോ? വെരി ഗുഡ്, വെരി ഗുഡ്. ബാക്കിയുള്ളവർ ചെയ്തേ. ലിയോ ഡെന്നി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിച്ചോ. നിക്കിത കഴിഞ്ഞു, വെരി ഗുഡ്. അടുത്ത ചെയ്യാൻ ശ്രമിക്കടാ. ഓക്കെ, ചെയ്യാം, ഞാനും കൂടെ ചെയ്യാം, നോക്കിക്കോളൂ. നമ്മൾ ഐ ലൂപ്പ്, ഐ ഇങ്ങനെ ആയിരിക്കുന്നത്, ഐ കഴിഞ്ഞിട്ടാണ് രണ്ട് സീരിയൽ ജെയും കെയും വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ന്യൂ ലൈൻ വരുന്നത് കേട്ടോ. ഇത് ഫോർ ലൂപ്പ്, ഇത് ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പ് ഇങ്ങനെ കറങ്ങുന്നു, ഈ കെ ലൂപ്പ് ഇങ്ങനെ കറങ്ങുന്നു, ഐ ഇങ്ങനെ കറങ്ങുന്നു. ഓക്കെ, ഐയുടെ സ്റ്റാർട്ട് എന്ത് വരണം? ഐയുടെ സ്റ്റാർട്ട് എന്നുമായിട്ട് കണക്ട് ചെയ്ത് വരണം. N 4ആണ്, ഐ തുടങ്ങുന്നത് ഏത് 4ആണ്. N 5 ആണെങ്കിൽ ഐ തുടങ്ങുന്നത് 4-ലായിരിക്കും അല്ലേ? അപ്പം ഐയുടെ സ്റ്റാർട്ട് N-1 N-1. ഐയുടെ സ്റ്റോപ്പ് N4 തുടങ്ങുന്ന ആള് -3. പക്ഷെ ഈ -3യേക്കാൾ ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ ഇവിടെ എഴുതാൻ. അപ്പൊ ആ ഒന്ന് കുറച്ച് എഴുതാൻ പോകുന്ന ആള് എന്നുമായിട്ട് ബന്ധമുള്ള ആളല്ലേ? എന്താ? -N. ഓക്കെ, ഇനി സ്റ്റെപ്പ് ഡിസെൻഡിങ് ഓർഡർ കൗണ്ടിങ് ആയതുകൊണ്ട് -1 അല്ലെ? ഡിസെൻഡിങ് ഓർഡർ കൗണ്ടിങ് ആയതുകൊണ്ട് -1. ഓക്കെ, അതെഴുതി. ഇനി ഓരോ ഐക്കും ജെ 1 തുടങ്ങി 3 വരെ അവസാനിക്കണം അല്ലെ? ഇത് 1 തുടങ്ങി 3, ഇത് 1 തുടങ്ങി 2, ഇത് ജെ 1 തുടങ്ങി, എല്ലാ ജെ 1-ലാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ജെ 1-ലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞ് എഴുതാം. ജെ 1-ലാണ് തുടങ്ങുന്നത്. ഇനി നമ്മുടെ തമ്പ് റൂൾ ഇല്ലേ, ഐ കൂടുന്തോറും കുറയുക, അത് എഴുതാം കേട്ടോ. ഇതിപ്പോ നമുക്ക് പകുതി നോക്കിയാൽ മതി, ഫസ്റ്റ് ഹാഫ് മാത്രം നോക്കിയാൽ, സെക്കൻഡ് ഹാഫ് നോക്കണ്ട. നമ്മൾ ABS വെച്ചിട്ടല്ലേ ചെയ്യാൻ പോകുന്നത്. ഐ കുറയും തോറും അല്ലെ, ഐ കുറയും തോറും ഐ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലേ, താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ 3, 2, 1. ഐ കുറയും തോറും ജെയുടെ സ്റ്റോപ്പും കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അല്ലെ? ഐ കുറയും തോറും ജെയുടെ സ്റ്റോപ്പും കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ആരുമായിട്ടായിരിക്കും ബന്ധം? ഐയുമായിട്ടായിരിക്കും ബന്ധം. ഓക്കെ, അത് ഐയുമായിട്ടാണ് ബന്ധം എന്ന് മനസ്സിലായി. പക്ഷെ എക്സാക്ട്ലി ഐ ആണോ നോക്കണം. ഐ 3 നിൽക്കുമ്പോൾ ജെ അവസാനിക്കുന്ന 3-ലാണ്. ഐ 2-ൽ നിൽക്കുമ്പോൾ ജെ അവസാനിക്കുന്ന 2-ലാണ്. ഐ 1-ൽ നിൽക്കുമ്പോൾ ജെ അവസാനിക്കുന്ന 1-ലാണ്. അപ്പൊ മനസ്സിലായി എന്താ?
എക്സാക്ട്ലി ഐയിലാണ് അവസാനിക്കുന്നത്. അപ്പം ആക്ച്വലി ഐ ആണ് ഫോർമുല അല്ലേ? ഐ ആണ് ഫോർമുല. ഐ സ്റ്റോപ്പാണ്, സ്റ്റോപ്പിന് അനുസരണ ഇല്ലാത്തതുകൊണ്ട് I+1 എന്ന് എഴുതണം. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് എഴുതുന്നു? I+1 അല്ലേ? I+1. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഐ എന്ന് എവിടെ എഴുതിയാലും നമ്മൾ എന്ത് എഴുതേണ്ടി വരും? കാരണം നമ്മൾ ആ ലോജിക്ക് അബ്സല്യൂട്ട് വാല്യൂന്റെ ലോജിക്കാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പം ഐ എന്ന് എവിടെ എഴുതിയാലും, കാരണം ഈ +3ക്കും ഈ -3ക്കും ഒരേ നമ്പർ ഓഫ് സ്പേസസ് അല്ലേ? കണ്ടോ, ഇവിടെ ഒരേ നമ്പർ ഓഫ് സ്പേസസ് അല്ലേ? അപ്പൊ +3ക്കും -3ക്കും ആ ഫോർമുല വർക്ക്ഔട്ട് ആവണ്ടേ? സോ ABS ഓഫ് ഐ എന്ന് എഴുതണം കേട്ടോ. ABS ഓഫ് ഐ എന്ന് എഴുതണം. ABS ഓഫ് ഐ +1. ഇവിടെ ABS ഓഫ് ഐ +1. സ്റ്റോപ്പിന് അനുസരണ ഇല്ലാത്തതുകൊണ്ട് +1 കേട്ടോ. +1 സ്റ്റെപ്പ് 1. ഓക്കെ, അത്ര എഴുതി. അപ്പം ഈ ജെയുടെ കാര്യത്തിൽ തീരുമാനമായി, എല്ലാ ജെയുടെ കാര്യത്തിലും തീരുമാനമായി. ഇനി ഓരോ ജെ കഴിയുമ്പോഴും I3 ആവുന്നു, ജെ വരുന്നു. ഇനി ഓരോ ജെ കഴിയുമ്പോഴും കെ വരണം അല്ലേ? കെ ലൂപ്പ് വരണം. അപ്പൊ കെയുടെ സ്റ്റാർട്ട് എല്ലാം 1 ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. കെയുടെ സ്റ്റാർട്ട് 1 ആണ്. ഇനി കെയുടെ സ്റ്റോപ്പ് കണ്ടുപിടിക്കണം. കെയുടെ സ്റ്റോപ്പ് നോക്കണം. ഐ കുറയും തോറും കെയുടെ സ്റ്റോപ്പ് കൂടി വരികയാണ് അല്ലേ? ശരിയല്ലേ? ഇത് I3, 2, 1 അല്ലേ? 3, 2, 1, 0 എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറഞ്ഞു വരുക. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ നോക്കിയാൽ അത്ര മതി. I കുറഞ്ഞു വരുന്നു, കെയുടെ സ്റ്റോപ്പ് കൂടി വരുന്നു. കുറയും തോറും കൂടുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ N - I ആയിട്ടായിരിക്കും ബന്ധം. അപ്പൊ നമ്മൾ നോക്കണം N-Iയുടെ ആയിട്ട് ബന്ധമുള്ള ഫോർമുല ആണോ നോക്കാം. N4 -3 1. ഇവിടെ എക്സാക്ട്ലി 1 ആണ്. ഓക്കെ, അടുത്തത് 4 - 2 ഇവിടെ എക്സാക്ട്ലി 2 ആണ്. 4 - 1 3 ഇവിടെ എക്സാക്ട്ലി 3 ആണ്. 4 - 0 4 ഇവിടെ എക്സാക്ട്ലി 4 ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇത് എക്സാക്ട്ലി N - I ആണ് ഈ ഫോർമുല അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് എഴുതണം? N - I സ്റ്റോപ്പിന് അനുസരണ ഇല്ലാത്തതുകൊണ്ട് ഒരു +1. ഇനി I എവിടെ എഴുതിയാലും എന്ത് എഴുതണം? ABS എന്ന് എഴുതണം. ഓക്കെ, ABS എന്ന് എഴുതണം. സോ N - ABS ഓഫ് I +1 എന്നാണ് അല്ലേ? ഇനി സ്റ്റെപ്പ് 1. ഓക്കെ, എല്ലാം ഒരേ പാറ്റേണിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ, വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഓക്കെ, അപ്പം ഐയുടെ സ്റ്റോപ്പിന്റെ കാര്യത്തിൽ അല്ല, കെയുടെ സ്റ്റോപ്പിന്റെ കാര്യത്തിൽ തീരുമാനമായി. I കുറയും തോറും കെയുടെ സ്റ്റോപ്പ് കൂടി വരുവാണ് നമുക്ക് മനസ്സിലായിരുന്നു. സോ N - I ആയിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ സ്റ്റോപ്പിന് അനുസരണ ഇല്ലാത്തതുകൊണ്ട് N - I +1 എന്ന് എഴുതി. I എവിടെ എഴുതിയാലും പുറത്ത് ABS എന്ന് എഴുതണം. എന്നാലേ I -3ക്കും +3ക്കും ഒക്കെ ഒരേ നമ്പർ ഓഫ് സ്റ്റാറുകൾ വരുള്ളൂ അല്ലേ? ആ ഫോർമുല ഇവിടെയും വർക്ക്ഔട്ട് ആവണം, ഇവിടെയും വർക്ക്ഔട്ട് ആവണം. അതിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് എഴുതി. ഇപ്പം വർക്ക് ആവുന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് ആർക്കെങ്കിലും വർക്ക് ആവുന്നുണ്ടെങ്കിൽ D എന്ന് അടിച്ച്. നികിത വരെ ഓൾറെഡി ചെയ്തായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ വർക്ക് ആവുന്നുണ്ടെങ്കിൽ D എന്ന് അടിച്ച്. അലിൻ വിൻസെന്റ് വർക്കായി. ഓക്കെ, ബാക്കിയുള്ളവർ ഫസ്റ്റ് ആയിട്ട് എഴുതോ? ഓക്കെ, അപ്പൊ ഇത് ഇത്രയും നോക്കുക. ബാക്കി 6, 7, 8 ബാക്കിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമം നടത്തിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക കേട്ടോ. ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക. ഈ ഒരു ഐഡിയ വെച്ചിട്ട് അത് മിറർ ഇമേജ് ആണോ നോക്കുക. മിറർ ഇമേജ് ആണെങ്കിൽ I0 എന്ന് തുടങ്ങി ഈ പറയുന്ന പോലെ തന്നെ എഴുതി
ABS ഓഫ് I എന്നൊക്കെ എഴുതി ഫോർമുല കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് വരും കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്താലോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് ചെയ്യണം കേട്ടോ. ഇത് ചെയ്ത് തീരാത്തവർ ചെയ്യണം. എന്തെങ്കിലും നോക്കണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ നോക്കാം. നിങ്ങളുടെ എറർ ആയിട്ടുണ്ടെങ്കിൽ നോക്കണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ നോക്കാം. ഓക്കെ, so thank you.